നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു നല്ല സി വി ആയിരിക്കും അല്ലേ. സോ ഒരു സി വി എങ്ങനെ നല്ലത് പ്രിപ്പയർ ചെയ്യാം? ഇപ്പം ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് റിക്രൂട്ടേഴ്സിലേക്ക് എത്തുമോ, അങ്ങനെയുള്ള പല സംശയങ്ങളും കാണും സി വി മേക്ക് ചെയ്യുന്ന സമയത്ത്. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ തന്നെ ആയിരുന്നു എൻ്റെ സി വി പ്രിപ്പയർ ചെയ്തത്. ഇൻഡീഡ് വഴിയായിരുന്നു നാട്ടിൽ നിന്നും അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നിട്ടും ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത സി വി ആണ് യൂസ് ചെയ്തത്. എൻ്റെ പ്രൊഫഷൻ അക്കൗണ്ട്സ് ആണെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. അപ്പോൾ അക്കൗണ്ട്സിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നവർക്ക് എൻ്റെ സി വി കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇൻബോക്സിൽ എൻ്റെ സി വി കാണിക്കാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ സി വി ചെയ്തത്, ഏത് മോഡലാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഈ ഒരു വീഡിയോ. ഒരുപാട് പേര് ക്യാൻവ എന്നുള്ള ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട് സി വി മേക്ക് ചെയ്യുന്നവരുണ്ട്. ഞാൻ യൂസ് ചെയ്തത് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു സൈറ്റാണ്. ഈ സൈറ്റ് വഴിയാണ് ഞാൻ എൻ്റെ സി വി മേക്ക് ചെയ്തത്. ആദ്യം വേർഡിനകത്തായിരുന്നു ചെയ്തിരുന്നത്. വേർഡിനകത്ത് ഒരു ഫോമാറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ സി വി ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യുമായിരുന്നു. ഞാൻ കുറച്ച് നാൾ DTP സെൻറ്ററിലും അക്ഷയ സെൻറ്ററിലും വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ സി വിക്കും അതുപോലെ തന്നെ റെസ്യൂമെ ബയോഡേറ്റൊക്കെ അടിച്ചു കൊടുക്കാനായിട്ട് ആളുകൾ വരും. അപ്പോൾ അവർക്ക് ഓരോ ഫോമാറ്റിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫോമാറ്റിൽ അടിച്ചു കൊടുക്കുമ്പോൾ എഡിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുമായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ ഇഷ്ടപ്പെട്ട മോഡലിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ, വേർഡിനകത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ എപ്പോഴൊക്കെയാണോ വരുത്തേണ്ടത് അപ്പോഴൊക്കെ നമുക്ക് മാറ്റിയത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുണം കൊണ്ട് അങ്ങനെയായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഈ ഒരു സൈറ്റ് ഞാൻ ദുബായിലോട്ട് ജോലി നോക്കാൻ തുടങ്ങിയ സമയത്ത് ഓരോ ഗ്രൂപ്പുകളിലൊക്കെ ആഡായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതോ ഒരു സൈറ്റ് വഴി എനിക്ക് കിട്ടിയ ഒരു ലിങ്കായിരുന്നു ഈ ഒരു റെസ്യൂമെ സി വി എഡിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ്. ഇത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും നമുക്ക് വരുത്താൻ പറ്റത്തില്ല. ഇതിൽ കൂടുതലും പ്രീമിയം പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യുന്നതുണ്ട്. അതുപോലെ പേയ്മെൻറ്റ് ചെയ്യാതെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ നമുക്ക് പ്രീമിയം അല്ലാത്തവർക്ക് ചെയ്യാനായിട്ട്. ഞാൻ പ്രീമിയം അല്ലായിരുന്നു. അല്ലാതെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു മോഡലെടുത്ത് അതിൽ നമുക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ എൻ്റെ സി വി മേക്ക് ചെയ്തെടുത്തത്. വേർഡിൽ ചെയ്യുന്നതിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ചെയ്തെടുക്കാം. ഞാൻ ഫോണിലാണ് ചെയ്ത് റെഡിയാക്കി എടുത്തത്. പിന്നെ കുറച്ചും കൂടി കൺവീനിയൻറ്റ് ലാപ്പോ അല്ലെങ്കിൽ സിസ്റ്റമൊക്കെ ഉള്ളവർക്ക് സി വി ചെയ്തെടുക്കാൻ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും എന്ന് കരുതി ഫോണിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല. ലാപ്പിൽ ഈ ഒരു സൈറ്റിൽ കയറി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫോണിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഞാൻ ഫോണിലാണ് എൻ്റെ സി വി എഡിറ്റ് ചെയ്ത് എടുത്തത്. പ്രീമിയം യൂസർ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഒരു പേജ് മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു പേജുള്ള സി വി ആയിരിക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ചില നമുക്ക് ഇഷ്ടപ്പെടുന്ന മോഡലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പ്രീമിയം അല്ലാത്തത് കൊണ്ട് തന്നെ. ഇവിടെ ഞാൻ എൻ്റെ സി വി കാണിച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ സി വി ഞാൻ യൂസ് ചെയ്ത ഏത് മോഡലാണെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ഒരു മോഡൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സി വി പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇവിടെ വേണ്ട ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഒരു മോഡൽ സി വി കിട്ടും. കുറച്ചൊന്ന് മെനക്കെടേണ്ടതായിട്ട് വരും നമ്മൾ. കാരണം പേയ്മെൻറ്റ് ചെയ്തിട്ടൊക്കെ സി വി മേക്ക് ചെയ്യുന്നവരുണ്ട്. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ടും എൻ്റെ റൂമിൽ സ്റ്റേ ചെയ്യുന്ന ബെഡ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ റൂമിൽ നിൽക്കുന്ന ഒരുപാട് പേര് പൈസ കൊടുത്ത് സി വി മേക്ക് ചെയ്തിട്ട് ഏജൻസി ത്രൂ ഒക്കെ കൺസൾട്ടൻസി ത്രൂ ഒക്കെ അപ്ലൈ ചെയ്യുന്നവരുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ ഞാനിപ്പം ഈ ഒരു ഇതിനകത്താണ് സി വി ചെയ്തത്. എനിക്ക് അത്യാവശ്യം നല്ല ഇൻ്റർവ്യൂ കോൾസ് കിട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ സി വി ഇതിൽ മേക്ക് ചെയ്ത ഈ ഒരു സി വി നല്ല പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് എനിക്ക് തന്നത്. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഞാൻ ഇതിലാദ്യം നാട്ടിൽ നിന്ന് വരുമ്പോഴേ എഡിറ്റ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നും ഫോട്ടോ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ കുറേ മാറ്റങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ സി വിയിൽ വരുത്തേണ്ടത്. പിന്നെ നമ്മൾ കുറേ സി വികൾ കാണുമ്പോൾ നമുക്ക് കുറേ സജഷൻസൊക്കെ തനിയെ തോന്നിക്കും, അല്ലെങ്കിൽ പറഞ്ഞൊക്കെ തരും ആളുകൾ. അപ്പോൾ ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അങ്ങനെ എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ സി വി. സജഷൻ എന്ന് പറഞ്ഞത്, ഉദാഹരണത്തിന് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ സി വിയിലെ ഫോട്ടോ എന്ന് പറയുന്നത് ഡിഗ്രി സമയത്ത് എടുത്തിട്ടുള്ള ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ സി വി കണ്ടിട്ട് എനിക്ക് ഒരാൾ സജഷൻ തന്നതാണ് കുറച്ചും കൂടി എക്സിക്യൂട്ടീവ് ലുക്കിലുള്ളൊരു ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത സ്റ്റോറിയൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. ഓൺലൈനിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സിക്യൂട്ടീവ് ലുക്കൊക്കെ ആക്കിയെടുക്കാൻ പറ്റും.
അങ്ങനെ ആക്കിയെടുത്തു. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കിയിട്ട് ആ ഫോട്ടോ വെച്ചിട്ട് വീണ്ടും CV അപ്ഡേറ്റ് ചെയ്തു. അങ്ങനെ ഓരോരോ സജഷൻസ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും. അപ്പോൾ അതൊക്കെ നമ്മുടെ CVക്ക് വരുത്തി മെച്ചപ്പെടുത്താനായിട്ട് നോക്കുക. അല്ലാതെ ആ ഒരു ഒറ്റ CV കൊണ്ട് പ്രിപ്പയർ ചെയ്തു ഞാൻ കഷ്ടപ്പെട്ട് മേക്ക് ചെയ്തതാണ്, അതേ മാറ്റൂല എന്ന് പറഞ്ഞിട്ടിരിക്കരുത്. നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരുമ്പോൾ അത് മാറ്റി എഡിറ്റ് ചെയ്ത് പുതിയതാക്കി എടുക്കുക. CV ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൽ ഒരുപാട് പേർക്ക് ഇപ്പോഴും സ്റ്റിൽ സംശയമുണ്ട്. ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അവൈലബിൾ ആണെങ്കിലും സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ് ഒരുപാട് പേര്. സോ അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു സൈറ്റും അതുപോലെ തന്നെ എൻ്റെ CV ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അക്കൗണ്ട്സിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നവർക്കും എൻ്റെ CV മേ ബി യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഒരുപാട് പേര് ഇനിയും ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കും യൂസ്ഫുൾ ആകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. എനിവേ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു CV ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾസ് കിട്ടും, ജോലി കിട്ടും. അങ്ങനെയല്ല, നമ്മളും ട്രൈ ചെയ്യണം. മാറ്റങ്ങൾ മേ ബി എൻ്റെ CVക്കകത്തും ചില മിസ്റ്റേക്കൊക്കെ കാണും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അത് നിങ്ങൾ തിരുത്തി നല്ലതാക്കി ബെറ്ററാക്കി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരണമെന്നുണ്ടായിരുന്നു CV എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നുള്ളത്. ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതിലൊരു അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യണം, സൈൻ ഇൻ ചെയ്യണം. അതിന് ശേഷമാണ് നമുക്ക് CV ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആദ്യം സൈൻ ഇൻ ചെയ്യുക, ദെൻ ഡീറ്റെയിൽസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അല്ല ഡീറ്റെയിൽഡായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ വേണമെങ്കിൽ അത് പറയാം, ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ വീഡിയോയിൽ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ മിക്കവർക്കും സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മാക്സിമം സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ച് നോക്കുക. നമ്മുടെ ഡീറ്റെയിൽസ് ഏറ്റവും നന്നായിട്ട് നമുക്കാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള CVയും നമുക്ക് തന്നെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നത്. നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചെടുക്കുമ്പോൾ പല പല മിസ്റ്റേക്കുകളും വന്നേക്കാം. മിസ്റ്റേക്കുകൾ വരാതെ ചെയ്യുന്നവരും ഉണ്ട്, അങ്ങനെയല്ല. പക്ഷേ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാവുന്നതുപോലെ അവർക്ക് അറിയണമെന്നില്ല. സോ മാക്സിമം സ്വന്തമായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.